ബാലേട്ടാ, ബാലേട്ടാ. എന്താ മിനി രാവിലെ തന്നെ നിനക്ക് എങ്ങോട്ടേലും പോവാനുണ്ടോ? അത് ശരി, ഇതാ അപ്പൊ നല്ല കഥ. നിങ്ങൾ മറന്നോ? എന്ത് മറന്നു എന്നാ നീ ചോദിക്കുന്നേ? എന്റെ ദൈവമേ, ഇനി ഇന്നാണാവോ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അത് മറന്നാ ഇവൾ എന്നെ കൊല്ലും. അതിനിത് മാർച്ച് അല്ലല്ലോ, പിന്നെ ഇപ്പൊ എന്തായിരിക്കും? അയ്യോ, ഇനി ഇവളെ ബർത്ത്ഡേ ആയിരിക്കോ? എന്റെ ദൈവമേ, ഓർമ്മയില്ലെന്ന് പറയാനും വയ്യ. ഓർമ്മയുള്ളതുപോലെ അഭിനയിക്കാം, അല്ലെങ്കിൽ ഇന്ന് പട്ടിണി ആയിരിക്കും. നിങ്ങൾ എന്താ മനുഷ്യ നിന്ന് പിറുപിറുക്കുന്നേ? ആ, എനിക്ക് ഓർമ്മയുണ്ട്. എന്നാലേ വേഗം പോവാൻ നോക്ക്. ആ, ഞാനേ പോയിട്ട് കേക്ക് വാങ്ങിച്ചോണ്ട് വരാം. കേക്കോ? അതെന്തിനാ മനുഷ്യ? അത് പിന്നെ ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ? ബർത്ത്ഡേയോ? ആരുടെ? എന്റെയോ? ആഹാ, അപ്പൊ നിങ്ങൾക്ക് എന്റെ ബർത്ത്ഡേ എന്നാന്നും പോലും അറിയില്ല അല്ലേ? ഇങ്ങനെ ഒരു മണുഗുണാഞ്ചനയാണല്ലോ ദൈവമേ എനിക്ക് കിട്ടിയത്. അപ്പൊ പിന്നെ നിന്റെ ബർത്ത്ഡേ ഇന്നല്ലേ? നീ പിന്നെ എന്താ ഇന്ന് മറന്നില്ലല്ലോ എന്ന് ചോദിച്ചു വന്നേ? ഇന്നേ നിങ്ങളുടെ മക്കള് ക്യാമ്പ് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. ഓ, അതാണോ കാര്യം? ആ, അതെനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഞാനേ നിന്നെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാ പറഞ്ഞേ. ആ, ഉവ്വ് എനിക്ക് മനസ്സിലായി. അല്ലേലും നിങ്ങൾക്ക് എന്റെ എന്ത് കാര്യമാ ഓർമ്മയുള്ളത്? എന്റെ ദൈവമേ, ഇതിലും ഭേദം മിണ്ടാതിരിക്കുന്നതായിരുന്നു. ഞാനേ പോയിട്ട് കുറച്ച് ചിക്കനും മട്ടനൊക്കെ വാങ്ങിച്ചോണ്ട് വരട്ടെ. നീ ഉണ്ടാക്കുവോ? ആ, അല്ലേലും ഇതൊക്കെ ഉണ്ടാക്കി ഇവിടെ ഇരിക്കാനാണല്ലോ എന്റെ യോഗം. ഇത്രേ ഉണ്ടാക്കി വെച്ചിട്ട് അത് തിന്നിട്ട് അതിന്റെ നന്ദി അത് ആരും പറയത്തില്ല. വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിക്കണ്ടായിരുന്നു. സുബൈദ, സുബൈദ. ഓ റബ്ബേ, ഈ സാധനം നേരം വിളിക്കാൻ കാത്തിക്കണല്ല മനുഷ്യനെ ഇറങ്ങാറാക്കാനായിട്ട്. എന്തിയമ്മ? അല്ല, ആമയെ കാമ്പയില് വരുന്നതല്ലേ? കാമ്പല്ല വല്യമ്മ, ക്യാമ്പ് ക്യാമ്പ്. ഇച്ചരക്ക ചേച്ച ഇജയ് ഇന്ന് അച്ഛനെ പഠിപ്പിച്ചാൻ വരുന്നു വേണ്ട. കലക്കാതെ പെയ്ക്കൊടുന്നേ. ആ, ഓര് തന്നെ വരുന്നത്. എന്തിയെ? അല്ല, ഓളെ കൊണ്ടാനിപ്പോ ആരാ പോണത്? ആ, അത് പിന്നെ ഞാനും സുബേർ കാക്കിയും കൂടി പോയിക്കോളാം. അത് ശരി, ഇജ് പോയിട്ട് പൈ പരീത്ത പണിയൊക്കെ പിന്നെ ആരെടുക്ക? പരീത്ത പണിയെടുക്കങ്ങളില്ല ഇവിടെ. ആ, ഇജ് പൈന കണ്ടതാ ഇന്നത്താ ഇന്നോടുന്നതാ? അത് ശരി, പിന്നെ അന്നെ എത്തിനോടുന്നതാ ഇങ്ങോട്ട്? എനിക്കിപ്പ ഈ പണിയൊന്നും എടുക്കാതെ വല്ല ഇവിടുന്ന് മുങ്ങണം. അതിനുള്ള അടവല്ല എടുക്കണ്ടേ? ഒരു ദിവസം നിങ്ങൾ ഇവിടുത്തെ പണി എടുത്തു വിചാരിച്ചേക്കാണ്ടേ മല മുറിഞ്ഞ് ചാടുന്നില്ല. അന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. രണ്ടാളും കൊണ്ട് അമ്നാനെ കൊണ്ടാണ് ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. എന്നാ നിങ്ങൾ അങ്ങോട്ട് ചെല്ലി. ഇല്ല പിന്നെ ഈ വല്യമ്മ വല്ലാത്തൊരു സാധനല്ലമ്മ. സാധനത്തിന്റെ കളിയൊന്നേ ഇന്റെ അടുത്ത് നടക്കൂല. ഇമ്മാനെ സമ്മതിച്ചിക്കണ്. അതേ, ആ കാണുന്ന ദേഷ്യം തന്നെ ഉള്ളൂ. ആള് പാവാ. ആ, അത് ശരി. അപ്പൊ നിങ്ങൾ രണ്ടാളും ഒന്നായപ്പോ നോക്കിക്കോ, ഇപ്പൊ വരും സുബേദാന്ന് വിളിച്ചുകൊണ്ട്. സുബേദാ എന്തേ? അല്ലെങ്കിൽ എന്നാലേ ഇത് സുബേറും കൂടി പേക്ക കൊണ്ടാണ്. വേണ്ട, നിങ്ങൾ പോയി കൊണ്ടുവന്നോളി. ഞങ്ങൾക്കേ വേറൊരു വഴിക്ക് പോവാനുണ്ട്. തന്നെ ഇന്നാ പിന്നെ ഞാൻ പോയിക്കോളാം അല്ലേ? പോനടാ ചെറുക്ക. ചേ, ഇന്ന് പരീക്ഷയാണ്, ഞാൻ പോന്നില്ല. ഓ, ഇഞ്ചി പഠിച്ചു പോലെ ഡോക്ടറും കലക്ടറൊക്കെ ആവാനുള്ളതല്ലേ. ഒന്ന് പോടെ അവിടുന്ന്. ഞാൻ അപ്പൊ തന്നെ ഇറങ്ങട്ടെ. പിങ്കി, എന്താണ് കിടന്ന് കാണുന്നേ? അയ്യോ, ഈ സ്റ്റോർ റൂമിന്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളാ! ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് തന്നെ അല്ലടാ മണ്ട, ക്യാമ്പ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഇതിന്ന് കുറച്ച് അടിച്ചു മാറ്റി കൊണ്ടുപോകാന്ന് ഞാൻ നിന്നോട് പറഞ്ഞത്. നീ വേഗം ഓരോ സാധനങ്ങളായിട്ട് ഇതേ ഈ പെട്ടിയിൽ നിറക്കാൻ നോക്ക്. ഹോ, ഇത് കണ്ടിട്ടേ നല്ല വില കിട്ടുന്നാ തോന്നുന്നേ. ഡാ ഹൃത്തിക്ക് വേഗം പെറുക്കിയെടുക്ക്. ആ സിന്ധുമേം എങ്ങാനും ഈ വഴി വന്നാലുണ്ടല്ലോ പണി പോളും. ഇതൊക്കെ എടുത്തിട്ട് അവസാനം നീ എന്നെ പറ്റിക്കോ? എന്തായാലും വേണ്ടില്ല, ഇതൊക്കെ വിറ്റിട്ട് എനിക്ക് ഒരു ഐഫോൺ എടുക്കണം. ഓ, ഒന്ന് മിണ്ടാതിരിയടാ. വേഗം ഇതൊക്കെ പെറുക്കി മുകളിലെ കുറച്ച് തുണി ഇട്ടേക്ക്. പിങ്കി, എന്താടാ? ദേ പുറത്താരോ നടക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ചിഞ്ചു ആയിരിക്കും. അയ്യോ, അവൾക്ക് എല്ലാം മനസ്സിൽ കായി കാണും. ശബ്ദം ഉണ്ടാക്കല്ലടാ മരത്തലയാ. ദേ, നീ വേഗം ആ ലൈറ്റ് അണക്കേ. നീ വേഗം ഈ പെട്ടി പുറത്ത് നമ്മുടെ പോവാനുള്ള വണ്ടിയുണ്ട്, അതിന്റെ അടുത്ത് കൊണ്ടുവെക്ക്. അയ്യോ, ഞാൻ കൊണ്ടുവെക്കാനോ? എനിക്കൊന്നും വയ്യ. അവരെങ്ങാനും ഇത് കണ്ടാലോ? ദേ, നിനക്ക് ഐഫോൺ വേണോ അതോ നെക്കി ഫോൺ വേണോ? ഇപ്പൊ തീരുമാനിച്ചോ? അയ്യോ, ഐഫോൺ മതി, ഞാൻ കൊണ്ടുവെച്ചോളാടി. എന്റെ ദൈവമേ, ഇത് വല്ല പണിയാവുന്നാ തോന്നുന്നേ. ഒരു പണിയും ആവില്ല, നീ വേഗം അങ്ങോട്ട് കൊണ്ടുവച്ചാ മതി. നിനക്കാവുമ്പോഴേ അല്ലെങ്കിലേ കുറച്ച് ഭ്രാന്ത് ഉള്ളതുകൊണ്ട് ആരും നിന്നെ സംശയിക്കില്ല. ഭ്രാന്ത് നിന്റെ പറയുന്നില്ല ഞാൻ. അവളുടെ അമ്മയുടെ ഒരു പെട്ടി. എന്റെ പൊന്നു വൃത്തിക്ക് മോനെ, നീ ഇതൊന്ന് കൊണ്ടുവെക്കടാ. എത്ര പെട്ടെന്നാണേ ക്യാമ്പ് കഴിഞ്ഞ്. ശരിയാണ്, എന്തോ ഒരു രസമാണ് ക്യാമ്പിനില്ലേ. ഇനി ഇപ്പൊ എന്നാണാവോ ഇങ്ങനെ ഒന്ന് കൂടാൻ പറ്റുക നമുക്ക് എല്ലാവർക്കും കൂടി. 10 ദിവസം എത്ര പെട്ടെന്നാ കഴിഞ്ഞേ. ശരിയാ, എനിക്കിവിടെ വിട്ടിട്ട് പോരാനേ തോന്നുന്നില്ല. ഇച്ചും ചിഞ്ചു അങ്ങോട്ട് നോക്കിയാ എന്റെ അച്ഛനും അമ്മയുടെ വന്നിക്കണേ. അയ്യോ, അച്ഛാ അച്ഛാ. ആഹാ, അച്ഛന്റെ മക്കൾ എവിടെ? ചിഞ്ചു, നീ ക്യാമ്പിൽ വന്നപ്പോ ഒന്ന് ഉഷാറായല്ലോ തടിയൊക്കെ. ക്യാമ്പിൽ അമ്മയുടെ ഫുഡില്ലല്ലോ, അതായിരിക്കും അല്ലേ? നിങ്ങളെ വീട്ടിലോട്ട് വാ മനുഷ്യ, ഞാൻ ഉരുട്ടിത്തരാം. മാറി നിൽക്ക മനുഷ്യ. അയ്യോ, എന്റെ മോളെ, നിന്നെ കാണാൻ വയ്യ. എന്താ നിന്റെ കണ്ണും മുഖമൊക്കെ എങ്ങനെ ഇരിക്കുന്നേ? നീ ഇവിടെ നിന്ന് ഒന്നും കഴിക്കാനില്ലേ മോളെ?
കഴിക്കലൊക്കെ ഉണ്ട് അമ്മേ, അമ്മയ്ക്ക് തോന്നുന്നതാ. മക്കളെ നിങ്ങൾക്കൊക്കെ സുഖാണല്ലോ അല്ലേ? സുഖാണോ ആന്റി? ഞങ്ങൾക്കാർക്കും ക്യാമ്പ് കഴിഞ്ഞത് തന്നെ ഇഷ്ടായിട്ടില്ല. ആ അത് ശരി, ഞങ്ങൾക്കല്ലേ നിങ്ങളെ കാണാനിട്ടുള്ള ബുദ്ധിമുട്ടുള്ളൂ. നിങ്ങളുടെ അച്ഛനമ്മയൊന്നും വന്നില്ലേ? ഞങ്ങളുടെ കൂടെ പോരണ മോളെ. പിന്നെ തരുന്നേ വല്യമ്മ വരുമെന്ന് പറഞ്ഞ് ഉമ്മ വിളിച്ചീന്ന്. ആ കദീസുമ്മ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഇപ്പോഴും ഇങ്ങോട്ട് എത്തിയില്ലേ? എന്നാ പിന്നെ ഞങ്ങൾ പോവാൻ നോക്കട്ടെ. ചിഞ്ചു നടക്ക്. അപ്പൊ ശരി, നാളെ കാണാം. ആമി, നിന്റെ കദീസുമ്മ ഏതാ വരുന്നു. രാമിന എത്താ തന്റെ കോലം. അല്ല അന്റെ അച്ഛനമ്മയൊന്നും വന്നില്ലടി. അച്ഛനമ്മയും ഇപ്പൊ വരും. ഇതെത്തിന വല്യമ്മ ഈ പുരാതന കാലത്തുള്ള പെട്ടി കൊണ്ട് വന്നിക്കണത് നിങ്ങള്? പുരാതന കാലത്തുള്ള പെട്ടിയെ ഇജെത്ത ഈ പറയേണ്ടത്? അതെ എന്റെ അയിമുവാക്കാന്റെ പെട്ടിയാണ്. അതിനെ ആകെ ഒരു 10-40 കൊല്ലത്തെ പൈക്കേ ഉള്ളൂ. ഈ പെട്ടി അതിന് എനിക്ക് എന്റെ സാധനങ്ങളൊക്കെ ഞാൻ വേറെ കവറിലാണ് നിറച്ചിക്കണ്. അതിന് പാര എന്നോട് എന്റെ സാധനങ്ങളിൽ വെക്കാൻ പറഞ്ഞത്. ഞാനേ എന്റെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായില്ലേ, അതേ ഇതി കൊണ്ടുവന്നതാ. അതേ പെരിയിൽ വെക്കാൻ പറ്റൂല. വല്ല കീറ തുണിയാളെ കയറും. ഒന്നുമില്ല. എന്നാലേ എന്റെ സാധനങ്ങൾ എടുത്തു കൂടെ പോരെ. അവിടെ ഓട്ടോറിക്ഷ നിർത്തിയിട്ട് പോകണം. ആ ഞാൻ ഇതപ്പോ വരാം. എന്തൊരു കനമായി പെട്ടിക്ക്. വെറുതെ അല്ല ആ പിങ്കി തന്നെ ഏൽപ്പിച്ചേ. ആ ഇതാവും ചിലപ്പോ അവള് പറഞ്ഞ വണ്ടി. ഇവിടെ തന്നെ വെക്കാം. ഹൗ ഇപ്പഴാ ഒന്ന് സമാധാനമായി. ഇനി വേഗം ഇവിടെ നിന്ന് മുങ്ങട്ടെ. അയ്യോ ഈ മണ്ടൻ ഹൃത്തിക്ക് ആ പെട്ടി ഇവിടെ കൊണ്ട് വന്ന് വെച്ചിരിക്കണോ? എന്റെ ദൈവമേ, ആരും കാണാഞ്ഞത് ഭാഗ്യം. ഈ മണ്ടനെയാണല്ലോ ഞാനിതൊക്കെ ഏൽപ്പിച്ചേ. അയ്യോ വേഗം ഇതെടുത്ത് വണ്ടിയെ കൊണ്ടുപോയി വെക്കട്ടെ. ആരേലും വരുന്നുണ്ടോ ആവോ. ഒന്ന് വലിഞ്ഞങ്ങോട്ട് നടന്നൂടാമിന. ഞാനേ ആ സുലൈമാനെ നിർത്തിയിട്ടേ കുറെ നേരേക്കണം. ഈ പോനെ കുറെ പൈസ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ മോനെ കുറച്ച് കുടിച്ചു വരേണ്ട ആളാ. അല്ലാ എത്ത വല്യമ്മ, ഞാനിവിടെ വെച്ചിന് എന്റെ പെട്ടി കാണാനില്ല. ഓ കള്ളന്മാരടിച്ചോണ്ട് പോയി എന്നാ തോന്നുന്നത്. കള്ളന്മാർക്ക് തന്നെ ഞങ്ങളെ പൊട്ടി പൊളിഞ്ഞ പെട്ടി അത് കൊടുത്തു വെച്ചിട്ടാണ്ട് ഒരു 10 രൂപയുടെ കായിട്ടോ. ഒറ്റ ഞാൻ തന്നാണ്ടല്ലോ ഞാൻ. ഇന്റെ കുറെ വിലയുള്ള സാധനങ്ങൾ അതിലുണ്ട്. അച്ഛോനെ ഇപ്പൊ അത് എവിടെ പോയി തപ്പുക? ഇവിടെ ഇന്റെ വലിയൊരു പെട്ടി ഇരിപ്പുണ്ടേനെ, അത് കാണാനില്ല. ഇജ്ജ് കണ്ടീനെ സുലൈമാനെ? അത് ശരി, അതാ നിങ്ങൾ തപ്പുന്നത്. നിങ്ങൾ വെട്ടില്ലേ ആ വണ്ടിയിൽ ഇരിക്കണ്ടേ? വണ്ടിയിലോ? അതിപ്പോ എങ്ങനെ അവിടെ എത്തിയത്? ഞാൻ ഇവിടെ വെച്ച് പോയതിനല്ല. അതൊന്നും വെച്ചറിയില്ല. കള്ള ഹാമുക്കെ ഇജ്ജ് സാധനങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടിട്ട് കൊണ്ടുവച്ചതല്ലടാ. പിന്നെ ആ സാധനം പിടിക്കാൻ വേണം വെച്ച് ഒന്ന് ചിലക്കാതെ പോയിക്കാണ് ഓർമ്മ. കള്ള അന്തല്ലാതെ ഓരോന്ന് കാട്ടി കൂട്ടും ചേച്ചും വേറുള്ളവരും എത്തിക്കിടാൻ നോക്കാം. എന്നാലും ഇപ്പൊ എങ്ങനെയത് ആ സുലൈമാന്റെ വണ്ടിയിലെത്തിയത്? കയറാൻ നോക്കി ഇച്ചേ അടുത്ത ട്രിപ്പ് പോവാണ്ട്. അല്ല സുലൈമാനെ എത്തി ചിറിയിലൊക്കെ നിക്കണത്? നമുക്ക് പോവാനായില്ല. ഇച്ച് കിട്ടാനുള്ളത് കിട്ടിയാൽ ഇച്ചാണ് പോവേനു. നിനക്ക് തരാനെങ്കിൽ ഇപ്പൊ എന്റെ അടുത്ത് 2 അടിയേ ഉള്ളൂ. എന്തേ അത് മതിയാ? എന്റെ പൊന്നാര കദീസുമ്മ എനിക്ക് വണ്ടി പൈസ തരി, അതാ പറഞ്ഞത്. മൂപ്പരെ വണ്ടി പൈസ അങ്ങോട്ട് കൊടുക്ക വല്യമ്മ. എത്ര റുപ്യ? 100. 100 റുപ്യ? ഞാനേ എന്റെ പ്രായം എത്രയെന്നല്ല ചോദിച്ചത്. കദീസുമ്മ നിങ്ങൾ കഴിക്കല്ലേ, വേഗം പൈസ എടുക്കി. ഞാനേ മീറ്റർ ചാർജ് മാത്രമേ ഇങ്ങോട്ട് ചോദിച്ചിട്ടുള്ളൂ. ഇജ്ജ് വല്ലാത്തൊരു കൊല്ലുമുറേനാണല്ലോ ചങ്ങായിയെ. ആകെ ഒരു നീളം അങ്ങോട്ട് പോന്നാനാവും. അവരെ സ്കൂളിന്റെ അവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്നാ വിചാരം? എന്നാലുണ്ട് എങ്ങനെ ഒരു പൈസക്ക് ആക്രാന്തം. ഞാനേ ഒരു 50 റുപ്യാണ് തരും, അതിന് മാണെങ്കിൽ മതി. 50 റുപ്യക്ക് ഇങ്ങളെ ഞാൻ പൗതിക്ക് വെച്ച് നിർത്തിക്കാണ്ടേ അവിടെ ഇറക്കി പോന്നാ മതി. ഇനി അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, ഒരു 60 റുപ്യ. ഇതിനെ കൊണ്ട് വലിയൊരു ശല്യായില്ല. 60 നിങ്ങൾ ഇടിക്കി. 1 2 3 4 5 6 എന്നാ 60 റുപ്യ. ഇപ്പേ കായ്ക്കൊക്കെ വലിയ ഡിമാൻഡാ. ഓ ആയിക്കോട്ടെ. ഓൻ്റെ ഈ പാട്ട വണ്ടിക്ക് ഉണ്ടാവില്ല, ആകെ 100 റുപ്യ. എന്നിട്ടാ പിന്നെ ആമിന അത് ശരി, ആ കുതിരപ്പത്തിന് വണ്ടി കഴിച്ചില്ലായില്ലേ? ഇനിയിപ്പോ ഈ പെട്ടിയെടുക്കാൻ ഞാൻ തന്നെ കുമ്പിടേണ്ടി വരും. ഓ റബ്ബേ, വല്ലാത്തൊരു കനം തന്നെ ഈ പെട്ടിക്ക്. പോയപ്പോ അത്ര കനലിയെന്നില്ല. ഇതിലെന്താ വെള്ളം കുടിച്ച് ചീർത്ത. റബ്ബേ വല്യമ്മ ഇതെത്താമിന. എന്റെ സ്കൂളത്തെ 1-2 ബുക്ക് നിങ്ങളെ പെട്ടിയിലുണ്ട്, അതൊന്നും എടുത്താട്ടി കളി. ആ അങ്ങളെ ഇതാര്? പിങ്കിയോ? എന്താ പിങ്കി, ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. അപ്പനും അമ്മക്കൊക്കെ സുഖാണല്ലോ അല്ലേ? സുഖം അങ്കിളെ. ഇതേതാ നിന്റെ കൂടെ വേറൊരു മരപ്പെട്ടി? അതെ എന്റെ ഫ്രണ്ടാ ഹൃത്തിക്ക്. കണ്ടിട്ടൊരു വൃത്തിയില്ലല്ലോ. ഇതാണോ പിങ്കി നീ പറഞ്ഞ സുന്ദരേട്ടൻ? അതേടാ, ഇയാളെ ജനിക്കുന്നതിന് മുമ്പിട്ടതാണോ സുന്ദരന്ന്? എന്റെ പൊന്നു ഹൃത്തിക്ക്, നീയേ ഒന്ന് മിണ്ടാതെ നിൽക്ക്. അതെ ചേട്ടാ, ഞങ്ങൾ കുറച്ച് വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ എവിടെ? ദേ ഈ പെട്ടിയിലുണ്ട്. ചേട്ടാ ദേ ഈ സാധനങ്ങളൊക്കെ വേഗം എടുത്തിട്ട് ഞങ്ങൾക്ക് പൈസ താ. നോക്കട്ടെ ആദ്യം സാധനം ഒറിജിനൽ ആണോ എന്ന്. സാധനങ്ങളൊക്കെ അല്ല അസല് സ്വർണം പൂശിയതാ. നിങ്ങൾ വേഗം ഇതെടുത്തിട്ട് പൈസ താ. എന്തായാലും ഒരു 2 ലക്ഷം രൂപ കിട്ടും. 2 ലക്ഷമാണോ 2000 ആണോ എന്നൊക്കെ ഞാൻ തുറന്നു നോക്കിയിട്ട് പറയാം. ഞങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കാം. ഇതെന്തൊക്കെയാടാ ഇതിന്റെ ഉള്ളില്? ചേട്ടന്റെ കണ്ണ് തള്ളിയല്ലേ ഇതൊക്കെ കണ്ടിട്ട്? ഞങ്ങളുടെ കണ്ണ് ഒരു പ്രാവശ്യം തള്ളിയതാ. ഈ തുരുമ്പ് പിടിച്ച സാധനത്തിന് ഞങ്ങൾ 2 ലക്ഷം ചോദിക്കണത്? തുരുമ്പോ? അത് തുരുമ്പൊന്നും അല്ല, സ്വർണം പൂശിട്ടേ തിളങ്ങാണ്. എങ്കിൽ ഇയാൾക്ക് സ്വർണ്ണം ഒന്നും തിരിച്ചറിയില്ലെന്നാ തോന്നുന്നുണ്ട്. ദേ ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ടേ 1-2 കൊല്ലമല്ല. നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ നോക്കണ്ട. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താതെ പോയ രണ്ടാളും. ഓ പിന്നെ ഈ കറ പിടിച്ച കോളാമ്പിക്കാണല്ലോ ഞാൻ 2 ലക്ഷം തരണ്ടേ.
അപ്പുറത്തെ കടയിലെ സൂണേട്ടനെ 3 ലക്ഷം തരാന്ന് പറഞ്ഞതാ. പിന്നെ ചേട്ടനായോണ്ടാ ഞങ്ങൾ ഇത്രയും കുറച്ച് തന്നെ. എന്നാലേ ഇത് അവന് കൊണ്ട് കൊടുക്ക്. അയ്യോ, ഇതെവിടുന്നാ? ഇതാ നീയൊക്കെ കൊണ്ടുവന്ന പെട്ടിയിലുള്ള സാധനം. എന്റെ കർത്താവേ, ഇതെന്ത് മറിമായം? ഇതിനകത്തിരുന്ന വിഗ്രഹവും വിളക്കൊക്കെ എവിടെ പോയി? സത്യം പറവെങ്കിൽ നീ ഇത് മറിച്ചു വിറ്റില്ലേടി? എന്റെ ഹൃത്തിക്ക് ഒരെണ്ണം തന്നാലുണ്ടല്ലോ, അല്ലെങ്കിലേ മനുഷ്യൻ ഇവിടെ തല കത്തി നിൽക്കുക. അയ്യോ, ഇതിലിനി എന്തൊക്കെയാ സാധനങ്ങളാ ഉള്ളേ? ആല, അച്ചാറ് കുപ്പി. ഇത് എത്ര കൊല്ലം പഴക്കമുള്ള കുപ്പിയാ? ഈ കീറിയ പാവാട. അതെന്താ ഒരു പൊതി ഇരിക്കുന്നേ? ഇനി അതിൽ വല്ല സ്വർണ്ണമാണോ? പിങ്കി, ആ സ്വർണത്തിനെങ്കിലും കുറച്ച് ഇങ്ക് കൊണ്ടേട്ടാ. അയ്യേ, ഇതെന്താ ഉണക്കമീനോ? ഓ മൈ ഗോഡ്, ഇതേതോ ദരിദ്രവാസിയുടെ പെട്ടിയാണെന്ന് ഉറപ്പായി. പെട്ടിയിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാവോ? ആ ഉണ്ട്, ഇതിലൊരു ഫോട്ടോ ഇരിപ്പുണ്ട്. ഫോട്ടോയോ? നോക്കട്ടെ. ദാണ്ടേ. കദീസുമ്മ, ഹല്ലേലൂയ, സ്തോത്രം.